കിട്ടിയോ? അതെ, നീ എന്തിനാ ലില്ലിയെ വെല്ലുവിളിക്കാനൊക്കെ പോയേ? പറഞ്ഞ സാധനമല്ല മേടിച്ചിട്ടുണ്ടോ നിങ്ങൾ? എൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി അതല്ല. ഞാൻ ചോദിച്ചത് ലില്ലിയെ നീ എന്തിനു വെല്ലുവിളിക്കാൻ പോയെന്നാണ് ചോദിച്ചത്. പെങ്ങളോട് ചോദിക്കായിരുന്നില്ലേ? പെങ്ങൾ അപ്പം തന്നെ അങ്ങ് ഓതി തന്നല്ലോ. പെങ്ങളൊന്നും അല്ല. ആ പിന്നെ ആരാ? ഈ പച്ചക്കറി മേടിക്കാൻ കടയിൽ പോയപ്പോൾ കനകനും ഇവിടെ വന്നേക്കാ പച്ചക്കറി മേടിക്കാൻ. അപ്പോഴാണ് അവൻ എന്നോട് കാര്യം പറഞ്ഞത്. അവൻ എന്ത് കാര്യം പറഞ്ഞു നിങ്ങളോട്? അവൻ പറഞ്ഞ കാര്യം തന്നെ ഞാൻ നിന്നോട് പറഞ്ഞത്. ആ വെല്ലുവിളി എന്നുള്ള വാക്ക് മാത്രമേ നിങ്ങൾ കേട്ടുള്ളൂ. ഇവിടെ എന്താ സംഭവം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയില്ലല്ലോ. അമ്മാവൻ വരുന്നു, അമ്മാവന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതെ, അമ്മ ആ വീട്ടിലാണോ ഉള്ളത്? അമ്മാവൻ വന്നാൽ നേരെ അങ്ങോട്ടേ പോവുള്ളൂ. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ അമ്മാവൻ ഇങ്ങോട്ട് വരുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ നിനക്കും ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ രണ്ടുപേരും കൂടെ അവിടെ പോയി ഒരുമിച്ചൊക്കെ ഉണ്ടാക്കിക്കൂടെ? ഓഹോ, അപ്പൊ പെങ്ങളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം. പെങ്ങള് തോക്കാൻ പറ്റൂല. ഞാൻ തോറ്റോട്ടെ. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കല്ലേ ക്ലീറ്റോ. ഇപ്പൊ നിങ്ങളെ പ്രശ്നം എന്താ? അമ്മാവൻ അവിടെ വന്ന് കയറും എന്നുള്ളതല്ലേ? അമ്മാവൻ ഇങ്ങോട്ട് കയറ്റാൻ ഞാൻ ഐഡിയ കണ്ടിട്ടുണ്ട്. എന്തോന്ന് ഐഡിയ കണ്ടേക്കണേ? ഒന്നുമില്ല, വേഗം നമ്മൾ പണിയെല്ലാം കഴിച്ചിട്ട് ആ മുറ്റത്ത് പോയി നിൽക്കും. അമ്മാവൻ വരുന്ന വഴിക്ക് ഞാൻ പിടിച്ച അമ്മാവൻ ഇങ്ങോട്ട് കൊണ്ടുവരും. ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോകട്ടെ. എന്നിട്ടിപ്പോ അതിന്റെ ആവശ്യം അത്ര അത്യാവശ്യം പിടിവാശിയാണ് തങ്കം, പിടിവാശി കേട്ടാ. ക്ലീറ്റോ, ഒരു വശം മാത്രം കണ്ടിട്ട് നിങ്ങൾ വർത്താനം പറയരുത്. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? അതുകൊണ്ട് ഞാൻ ഇപ്പൊ നിങ്ങളെ ഭാര്യയും പെങ്ങളെന്നുള്ള കാര്യമല്ല ഞാൻ. അതെ, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പറയണത്. നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങള് ജയിച്ച് കാണണം. ഞാൻ എന്നെ അരക്കപ്പൊടി കൊടുത്ത് മേടിച്ചതൊന്നുമല്ല. അവൾ ഇത് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, അങ്ങനെ ചോദിക്കേ. എന്താണ് കാര്യം? എന്നെ നാപ്പത്തല്ലേ ഗോപി മാമൻ വരുന്നത്. ഗോപി മാമൻ കുറേ നാള് കൂടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ക്ലീറ്റോ. അപ്പൊ ഞാൻ അങ്ങോട്ട് കൊച്ചുമായിട്ട് ചെന്നപ്പോഴത്തേനും ഒന്നും വിചാരിച്ചത് എന്തല്ല. ഞാൻ അവിടെ ചെന്നപ്പോ അവന് ഫോൺ വന്നു, ഇങ്ങനെ മാമൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ. അപ്പൊ അമ്മ പറഞ്ഞു എന്തേലും അവന് കൊടുക്കണേ, ഒന്നും കഴിപ്പിക്കാതെ വിടരുത് എന്ന് പറഞ്ഞു. സത്യമാണ്, ഞങ്ങളെയൊക്കെ ആ കുഞ്ഞിനെ അതേപോലെ നോക്കിയിട്ടുണ്ട് മാമൻ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഇവള് പറയുവാണ്, ഓ ഈ നേരം ഇല്ലാത്ത നേരത്തെ പിന്നെ അതൊക്കെ ചെയ്യണോ എന്ന് ചോദിച്ചു. ഒരു പ്രാവശ്യം ഞാനൊന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ അവനെ പിന്നെ അത് ചെയ്യാൻ മോശമല്ലേ, എന്നിട്ട് പിന്നെ എങ്ങനെയായോ ഒന്ന് രണ്ട് കൂട്ടം കറിയൊക്കെ മാത്രം കൂട്ടി എങ്ങനെയാ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? നീ ഉടനെ അങ്ങനെ അങ്ങ് ഊഹിച്ച് അവക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ്. അയ്യോ, തലയിൽ ആൾതാമസം ഉള്ളവരെല്ലാവരും ഊഹിക്കുന്ന രീതിയിലേ ഞാൻ ഊഹിച്ചിട്ടുള്ളൂ. എന്താ അതിന്റെ അർത്ഥം? അപ്പൊ ഒന്ന് രണ്ട് കൂട്ടം കറി അല്ലാതെ വല്ലതൊക്കെ ഉണ്ടാക്കാനൊക്കെ മടിയാണ്. ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നീ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ അവക്ക് അത് വേണം, അപ്പൊ അവക്കത് പറ്റൂല. അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പാടില്ല, അവള് തന്നെ ഉണ്ടാക്കണം. അതെവിടെ തന്നെയാണ്. നീ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കല്ലേ കേട്ടാ, എഴുതാപ്പുറം വായിക്കല്ലേ. അവൾ ഉദ്ദേശിച്ചത് നിന്നെ ബുദ്ധിമുട്ടിക്കണ്ട, അവളെല്ലാം ചെയ്തോളാന്നാണ് പറഞ്ഞത്. അത് നിങ്ങൾ പുണ്യാളൻ ആങ്ങളയ്ക്കും പുണ്യാളത്തെ ആങ്ങളയ്ക്കോ മനസ്സിലാവുള്ളൂ. സാധാരണക്കാർ ചിന്തിക്കുമ്പോഴത്തേനും അങ്ങനെ ചിന്തിക്കൂല. ഇത് കുശുമ്പ്. ഞാൻ അങ്ങോട്ട് ഇനിയിപ്പോ അമ്മാവനെ ഉണ്ടാക്കി കൊടുത്ത അമ്മാവൻ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്തതിലുള്ള അസൂയ. ഇത് എന്നെ പറഞ്ഞാൽ മതി. ഈ സാധനമൊക്കെ മേടിച്ചോണ്ടെന്ന് എന്നെ തന്നെ പറഞ്ഞാൽ മതി. മതി. നിങ്ങൾ മേടിച്ചു തന്നില്ലെങ്കിൽ എന്താ എനിക്ക് മേടിക്കാൻ അറിയില്ലേ ക്ലീറ്റോ? ആ കടയിൽ പോയിട്ട് ഞാൻ എന്താ കൊച്ചായിട്ടാണ് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ പെങ്ങളോട് പോയി പറ. ഞാൻ പറഞ്ഞോളാം. അയ്യോടാ, പെങ്ങളുടെ സൈഡ് പിടിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ആ ഉടുപ്പ് മാറ്റിട്ടിങ് വന്നേ, എനിക്ക് പണിയുണ്ട് ഇവിടെ. അയ്യോ, വെല്ലുവിളിച്ച ഒറ്റയ്ക്കല്ലേ, അങ്ങോട്ട് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയാൽ മതി.